പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. അബ്ജദ്, ഹവ്വസ്, ഹുത്തി, കലമൻ, ഇതുവരെയാണ് നമ്മൾ ചെറുതായി വിശദീകരിച്ച് നിർത്തിയത്. അതില് അബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജദ്, ജദ്ദ, തജ്ദീദ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ തന്നെ അലിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ എന്ന് പറഞ്ഞാൽ എന്താണ്, ജീം തജല്ലി ആണ് എന്താണെന്ന്, ദാല് ദലാലത്ത്, ഇങ്ങനെ ഓരോ അക്ഷരങ്ങളും ആ അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന അർത്ഥതലവും നമ്മൾ ചെറുതായി വിശദീകരിച്ചു പോരുകയുണ്ടായി. അതിൽ വാവ്, അബ്ജദ്, ഹവ്വസ്, ഹ തീഹാണ്, വാവ് മിഅ്റാജും ഇർത്തിക്കാവുമാണ് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. അതിന്റെ സുഹൂറാണ്, അതിന്റെ സീനത്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുവരെ അക്ഷരങ്ങൾ നമ്മൾ വിശദീകരിക്കേണ്ടായി. ഇനി ഹ എന്നുള്ളത് ഈഹ അല്ലെങ്കിൽ ഹക്കീകത്ത്. ഈഹ എന്ന് പറയുന്നത് നമുക്ക് ഈഹ എന്ന് പറഞ്ഞ വഹി എന്ന് നമ്മൾ പറയല്ല, അതാണ് ഈഹ. വഹി, അറിവ് ലഭിക്കുക, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക. ഇതാണ് ഹക്കീക്കത്തിനെയാണ് അല്ലെങ്കിൽ ഈഹയിനെയാണ് ഹ എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത്. ഈഹ എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വഹി, അറിവ്. അതുപോലെ തന്നെ ഹക്കീക്കത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, യാഥാർത്ഥ്യം എന്നുള്ളത് ആണ് അതിന്റെ അർത്ഥം. അപ്പൊ ഹ എന്ന അക്ഷരം ഈഹയിനെയും ഹക്കീക്കത്തിനെയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അത് ഇപ്പൊ നമ്മള് സലഹ എന്ന് പറഞ്ഞ സിലത്തുൽ ഹക്കാണ് എന്നുള്ളത് അതാണ്, അങ്ങനെയാണ്. സിലത്തുൽ ഹക്കീക്കത്താണ്. ഹക്കീക്കത്തുമായി നമ്മൾ നിരന്തരമായി സിലത്ത്, അതുമായി നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ സാലിഹാകണത്, നമ്മൾ സലാഹിയത്തിലെത്തുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അക്ഷരങ്ങളിൽ നിന്ന് ആശയങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അക്ഷരങ്ങൾ ആശയങ്ങളെയാണ്, മആനി ആശയങ്ങളെയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്നാണ് നമ്മളുടെ ഈ വിശദീകരണത്തിന്റെ ചുരുക്കം. അതിന് നമ്മൾ തെളിവുകളായിട്ട് കുറച്ച് ആയത്തുകൾ വിശദീകരിക്കേണ്ടായി. ഇപ്പൊ സ്വത്തഹ, സ്വത്തഅ അല്ലെങ്കിൽ ഇസ്തതഅ, ഇങ്ങനെ കുറെ വാക്കുകൾ അതിന് സമാനമായിട്ട് ഒരക്ഷരം അതിൽ കൂടുമ്പോൾ അതിന്റെ ആശയം, ആ അക്ഷരം കുറയുമ്പോൾ അതിന്റെ ആശയം, ഇങ്ങനെ രണ്ട് രൂപത്തിലും വിശദീകരിച്ച അക്ഷരങ്ങൾ വിട്ടുകളഞ്ഞും അക്ഷരങ്ങൾ ചേർത്ത് വെച്ചും വന്ന വാക്കുകളിൽ നിന്ന് ചിലതൊക്കെ നമ്മൾ ഉദാഹരണങ്ങളായിട്ട് വിശദീകരിക്കേണ്ടായി. ഇനി അതാണ്. അപ്പോ ഹവ്വ എന്നുള്ള ഹുവ എന്നുള്ളതിനെ നമ്മൾ വിശദീകരിച്ചു. വാവ് എന്നുള്ളത് ഒറ്റക്ക് നിൽക്കുമ്പോ അതിന്റെ അർത്ഥതലങ്ങളും, ഹവ്വ എന്ന് പറയുമ്പോ അത് കൂടിച്ചേരുമ്പോ അതിന്റെ അർത്ഥതലവും നമ്മൾ വിശദീകരിച്ചു. അതുപോലെ തന്നെ ഈ ഹക്കീക്കത്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. താ എന്ന് പറഞ്ഞാൽ തൊവിയത്തുൽ അഷിയ ആണ്. തൊവിയത്തുൽ അഷിയ എന്ന് പറഞ്ഞാൽ അത് അറബിയാണ്. അത് പറഞ്ഞാൽ വസ്തുക്കളെ ഒന്നിന്റെ ഉള്ളിൽ ചുരുട്ടി വെക്കുക. ഏതെങ്കിലും ഒരു കവറിനുള്ളിലൊക്കെ വസ്തുക്കളെ, സാധനങ്ങളെ നമ്മൾ തൊയ്യ ചെയ്യുന്നതാണ്, ചുരുട്ടി വെക്കുന്നതാണ്, അതിന്റെ ഉള്ളിൽ മറച്ച്. പിന്നെ അതിപ്പോ എങ്ങനെ എന്റെ സഹോദരങ്ങൾക്ക് ഇപ്പൊ അത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങള് ഒരു പേപ്പറിലോ കടലാസിലോ കവറിലോ ഒക്കെ ഇട്ട് ഉള്ളില് ചുരുട്ടി വെക്കൂല, അതാണ് തൊയ്യത്തുൽ അഷിയ ആണത്. തൊയ്യ സിജില്ലി എന്നൊക്കെ
പറയുന്ന അർത്ഥത്തിൽ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട് തയ്യിസിജിൽ. അത് ഈ ഫയല് മടക്കുന്നത് പോലെ മടക്കുന്നൊക്കെയാണ്, ആകാശത്തെ എന്നൊക്കെയാണ് അതിന്റെ പാരമ്പര്യ അർത്ഥം. എന്തുമാട്ടെ അതിനെക്കുറിച്ച് ഇപ്പൊ നമ്മള് അവിടേക്ക് പോകുന്നില്ല. ഈ ത്വാ എന്നുള്ള അക്ഷരത്തെയാണ് നമ്മളിപ്പോ വിശദീകരിക്കുന്നത്. തൊയ്യത്തുൽ അഷിയ ആണ്. വസ്തുക്കളെ ഏതെങ്കിലും ഒന്നിന്റെ ഉള്ളിൽ ചുരുട്ടി വെക്കുക അല്ലെങ്കിൽ ഒന്നിന്റെ ഉള്ളിൽ മറച്ചു വെക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതാണല്ലോ തീനിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ പറയുമ്പോ മണ്ണിൽ നിന്ന് എന്നുള്ളതാണ് മുമ്പ് നമ്മൾ തീന്. അതുപോലെ തന്നെ തീനിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ, അതുപോലെ തന്നെ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ ഇവിടെ മണ്ണ് കുഴച്ചുണ്ടാക്കി സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിന് തൊയ്യ നൂനാണ് അത്. അവന്റെ ഉള്ളിലെ ഒരു നൂന് അവന്റെ ഉള്ളിൽ മക്നൂനായിട്ട് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതായത് അവന്റെ ഉള്ളിലെ മനുഷ്യത്വം, അവന്റെ ഉള്ളിലെ ആ സത്ത, ആ ഏതൊന്നിന്റെയും സത്തയാണ് അതിന്റെ നൂന് എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഏതൊരു വസ്തുവിന്റെയും ജൗഹർ, അതിന്റെ സത്തയാണ് അതിന്റെ നൂന് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക. അപ്പോ തീനിൽ നിന്ന് തുറാബിൽ നിന്ന് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇതിനെ രണ്ടിനും പാരമ്പര്യമായിട്ട് പറയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലുള്ള ഈ കളിമണ്ണ് അല്ലെങ്കിൽ മണ്ണ് എന്നുള്ള അർത്ഥത്തിനാണ് നമ്മൾ പറയുന്നത്, ആ മണ്ണ് എന്നുള്ളത്. പക്ഷെ അതിന്റെ വൈജ്ഞാനികമായ, അതിന്റെ ആശയപരമായ തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ തുറാബ് എന്ന് പറയുമ്പോൾ ഒരാള് തെർബിയത്ത്, ഇർത്തിക്കാവ്, പുരോഗതിയിലേക്ക് വരാൻ പറ്റുന്ന രീതിയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. അതാണ് മിൻ തുറാബിൻ എന്ന് പറയുന്നത്. അവനെ തെർബിയത്തിലൂടെയാണ് നാം അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് അവിടെ പറയുന്നത്. അതാണ് തുറാബ് എന്നുള്ളത്. പക്ഷെ അതിനെ പാരമ്പര്യമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ കിടക്കുന്ന മണ്ണ് എന്നുള്ള അർത്ഥത്തിനാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. എന്നതുപോലെ തന്നെ തീന് എന്നുള്ളതും മണ്ണ് തന്നെയാണ്. അങ്ങനെ മണ്ണിന് കുറെ വാക്കുകൾ, ഇങ്ങനെ വ്യത്യസ്ത വാക്കുകൾ ഖുർആനിൽ ഉപയോഗിച്ചു എന്നാണ് പാരമ്പര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അതുപോലെ തന്നെ മുട്ടിയാൽ ശബ്ദമുണ്ടാക്കുന്ന കളിമണ്ണ് എന്ന അർത്ഥത്തിൽ വേറൊരു വാക്ക്. ഇതൊക്കെ മണ്ണ് മണ്ണ് എന്ന് തന്നെയാണ്. പക്ഷെ ഇതിനൊക്കെ വ്യത്യസ്തമായ ആശയങ്ങളാണ് നമ്മുടെ ഈ വൈജ്ഞാനിക വായനയിൽ അതിനെ ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ തുറാബ് എന്ന് പറയുമ്പോൾ അവന്റെ തെർബിയത്തിനെയാണ്, തെർബിയത്തിലൂടെ ഒരു ഇൻസാനിനെ ഹൽക്ക് സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, തീനിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് വേറൊരു അർത്ഥതലമാണ്. രണ്ടും രണ്ട് അർത്ഥതലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിലെ ആ ജൗഹർ, മനുഷ്യത്വത്തിന്റെ, മാനവികതയുടെ, മനുഷ്യന്റെ സത്ത, അത് മനുഷ്യനായി തീരുക എന്നുള്ളതാണ് അതിന്റെ സത്ത. ഒരു മാങ്ങയുടെ നൂന് എന്ന് പറയുന്നത് അതിന്റെ സത്ത വേറെയാണ്. അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ നൂനുണ്ട്, സത്തയുണ്ട്, ജൗഹറുണ്ട്. ആ സത്തയിൽ അത് തൊയ്യായി കിടക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോ അവന്റെ ഉള്ളിൽ ഒളിഞ്ഞ് മറഞ്ഞു കിടക്കുകയാണ്, അത് ചുരുട്ടി ഉള്ളിൽ കിടക്കുകയാണ്. അതിൽ നിന്നാണ് ആ ഒരു മനുഷ്യനെ, ഒരു ഇൻസാനിനെ സൃഷ്ടിച്ചു കൊണ്ടുവരുന്നത് എന്നാണ് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഇതൊക്കെ മണ്ണുകൾക്ക് വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിച്ച് അത് ചേർത്ത് വെച്ച് കുഴച്ചുണ്ടാക്കി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള രൂപത്തിലല്ല എന്നുള്ളതാണ് അതിന്റെ ആശയപരമായ തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. പിന്നെ ഹത്ത എന്നുള്ളത് നമ്മൾ അതിന്റെ ചേർത്ത് വെക്കുമ്പോഴുള്ള അർത്ഥവും പറഞ്ഞു. ഹത്ത, യഹത്തും, മഹത്തത്ത് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായി. അതൊക്കെ അതിൽ നമ്മൾ പറഞ്ഞതിനേക്കാൾ വിശദമായി അത് ഒരു ഒന്നിലേക്ക് കൊടുത്തപ്പോൾ അത് കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ടായി. ഹത്ത എന്ന് പറയുന്നത് നമ്മളൊരു യാത്ര അവസാനിച്ചിറങ്ങുകയാണ് പുതിയൊരു യാത്രയിലേക്ക്. അതൊക്കെ വളരെ ആപ്റ്റായ ഒരു
വളരെ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ആപ്റ്റായ ഒരു വിശദീകരണമാണത്. ഉന്നതമായ ഒരു വിശദീകരണമാണ് അത് നടത്തിയത്. നമ്മളതിനെ ഹത്തയഹത്തു മഹത്തത്ത് എന്ന് പറഞ്ഞ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയുള്ളൂ. പക്ഷെ അതിന്റെ വിശദീകരണം കൊടുത്തപ്പോ അത് വളരെ ഉന്നതമായ ഒരു വിശദീകരണമായി. ഒരു യാത്ര നമ്മൾ അവസാനിപ്പിച്ച് ട്രെയിനിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോ പുതിയൊരു യാത്രയിലേക്കുള്ള ചുവടുവെപ്പുകളാണ് അവിടെ നടത്തുന്നത് എന്നുള്ള ആ വിശദീകരണമൊക്കെ വളരെ നന്നായി. അതാണ് അവന്റെ ഉള്ളിലെ എല്ലാം ഇറക്കി വെച്ച് പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. അതാണ് ഹത്ത എന്ന് പറയുന്നത്. അതിന്റെ ഇംതിദാദും അതിന്റെ തെൻസീലുമാണ് അതിന് ശേഷം വരുന്ന യാ സൂചിപ്പിക്കുന്നത്. അതിന്റെ ആ യാത്രയുടെ നീണ്ടുപോക്ക്, അവിടെ അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകളുടെ തെൻസീല്, ഇത് രണ്ടുമാണ് അവിടെ ഹത്ത എന്ന് പറഞ്ഞതിന് ശേഷം യാ എന്ന അക്ഷരം ഉപയോഗിച്ചതിൽ നിന്ന് വിശദീകരിക്കുന്നത്. പിന്നെ കലമ, അവന്റെ യാത്ര കലാമിലൂടെയാണ്. പിന്നെ അവന്റെ യാത്ര കലാമ് നമുക്കറിയാം, കലാമുല്ലാഹി പിന്നെ കല്ലമല്ലാഹു മൂസ എന്ന് പറയുന്നത് അതാണ് തക്ലീമ. അപ്പോ മനുഷ്യ ബുദ്ധിയോടാണ് അള്ളാഹുവിന്റെ സംസാരം. അപ്പോ അവിടുന്ന് മൂസയുടെ തലമാണ് നമ്മൾ എത്തുന്നത്. ഇത് നമ്മുടെ ബോധതലത്തിന്റെ ഓരോ വളർച്ചയെയുമാണ്. നമ്മൾ പറഞ്ഞു, ഇബ്രാഹിമിന്റെ ആ അബിലേക്കുള്ള നമ്മുടെ തിരിച്ചുപോക്ക്, തെജ്ദീദ്, അവിടെ നിന്ന് നിരന്തരമായി നമ്മുടെ വിജ്ഞാനങ്ങളെ പുതുക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ, അങ്ങനെ നമ്മളില് ഹവ വിട്ടിട്ട് ഹുവയിലേക്കുള്ള നമ്മുടെ യാത്ര. അതിനുശേഷം നമ്മള് പഴയതൊക്കെ ഇറക്കി വെച്ച് പുതിയൊരു യാത്രയുടെ, നിരന്തരമായ യാത്രയുടെയും അതിൽ ലഭിക്കുന്ന അറിവുകളുടെയും, അത് നമ്മളെ എത്തിക്കുന്നത് കലാമുല്ലാഹിയിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. അവിടെ നിന്ന് നമ്മുടെ നൂനിലേക്ക്, നൂൻ എന്ന് പറയുന്നത്, എന്നൂന് എന്ന് പറയുന്നത് മൂസയും യൂനുസും, ആ തലത്തിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പൊ ഒരു മനുഷ്യന്റെ ബോധതല വളർച്ചയെ കുറിച്ച് ആണ് ഇതൊക്കെ സവിസ്തരം വിശദീകരിക്കുന്നത്. വെറും അക്ഷരങ്ങൾ മാത്രമല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അവിടുന്ന് നൂന്, അത് കഴിഞ്ഞ സീന് ഐന്, ആ സീന് ഐനിലേക്ക് നമ്മൾ എത്തുമ്പോ അസ് ഈസ, അത് നമ്മൾ ആ തലാണ്. എന്നുള്ളത് നമ്മൾ ചെയ്തിട്ടാണ് സാഹത്തിലെത്തുന്നത്, ഈസയിലെത്തുന്നത്. അപ്പോ നമ്മുടെ ബോധമണ്ഡലത്തിന്റെ വികാസത്തെ കുറിച്ച് പടിപടിയായി ഈ അക്ഷരങ്ങളിലൂടെ നമ്മളെ ഉയർത്തിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഫസ്, ഖറ, ശത്ത് എന്നൊക്കെ. ഇങ്ങനെ ഇങ്ങനെ നോക്കൂ, അത് ഓരോ ആശയങ്ങൾ നൽകുമ്പോ അത് ചേർത്ത് വെക്കുമ്പോഴും അത് ആശയത്തെയാണ് പ്രദാനം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഞാൻ ഇതുവരെ സൂചിപ്പിച്ചതിന്റെ ആകത്തുക. ഇപ്പൊ കലമ എന്ന് പറയുന്നത് ആരാണ്? ഇത് നമ്മള് കാഫ് കിഫായത്താണ്, ഹത്ത് എന്ന് നമ്മൾ പറഞ്ഞു. കാഫ് എന്ന് പറഞ്ഞാൽ കിഫായ, അലൈസ് അല്ലാഹു ബി കാഫിൻ എന്ന് പറയല്ലോ. അബ്ദഹു, തന്റെ അബ്ദിന് അള്ളാഹു കാഫി അല്ലേ എന്നാ ചോദ്യം. അപ്പൊ ഒരാൾക്ക് കിഫായത്ത് മതിയാകുന്ന തലത്തിലേക്ക് എത്തുകയാണത്. അതാണ് കിഫായത്ത്. കാഫി എന്ന് പറയുന്നത് അതാണ്. കാഫ് എന്ന് പറയുന്നത് അതാണ്. അലൈസ് അല്ലാഹു ബി കാഫിൻ അബ്ദഹു എന്ന് പറയുന്നത് അതാണ്. അലം യക്ഫി, അവർക്ക് മതിയായില്ല, അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അതാണ് കഫായക്ഫി, കിഫായത്ത്, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. മീമ് മസ്തറുൽ ഉമ്മാണ്. ഏതൊന്നിന്റെയും ഉമ്മ്, മാതൃ പ്രഭവ കേന്ദ്രം ഉണ്ടല്ലോ. ഏതൊരു ആശയമാണെങ്കിലും ഏതൊരു വസ്തുതയുടെയും മസ്തറുൽ ഉമ്മും, അതിന്റെ മാതൃപ്രഭവ കേന്ദ്രം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അവിടെ നിന്നാണ് അത് യഥാർത്ഥത്തിൽ അത് ഉത്ഭവിക്കുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ
പഠിക്കുന്ന കാലത്ത് ഒരു ഫേല്, ഒരു ക്രിയ, അതിന്റെ മസ്തർ ഏതാണെന്ന് പറയും. ഇപ്പൊ കഫ യക്ഫി, അതിന്റെ മസ്തർ കിഫായത്താണ്. ആ കിഫായത്ത് എന്നതിൽ നിന്നാണ് കഫ ഉണ്ടാകുന്നത്, യക്ഫി ഉണ്ടാകുന്നത്, കാഫി ഉണ്ടാകുന്നത്, ഇങ്ങനെ അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ നസറ എന്ന് പറയുന്ന ഒരു ക്രിയ ഞങ്ങൾ പഠിക്കുമ്പോ നസറൻ എന്നുള്ളതാണ് അതിന്റെ മസ്തർ. ആ നസറൻ എന്നുള്ളതിൽ നിന്നാണ് നസറ ഉണ്ടായത്, എൻസുർ ഉണ്ടായത്, നാസിർ ഉണ്ടാകുന്നത്, മൻസൂർ ഉണ്ടാകുന്നത്. ഇങ്ങനെ അതിന്റെ വ്യത്യസ്തമായ വിവിധ രൂപങ്ങളുണ്ട്. ഉൻസുർ, ലാ തൻസുർ എന്നൊക്കെ പറയുന്നത് ഒരു വ്യത്യസ്ത, അത് വേറെ ഒരു തലമാണത്. അതിന്റെ വ്യത്യസ്തങ്ങളായ ഇത് ഉണ്ടാകുന്നത് അതിന്റെ മസ്തർ അതാണ്. മസ്തർ എന്നാണ് ഏതൊന്നിന്റെയും പ്രഭവ കേന്ദ്രം, അതിന്റെ ഉത്ഭവ സ്ഥാനം എന്നാണ്. അതാണ് മസ്തർ. സദർ എന്ന് പറയാലോ, സദർ എന്ന് ഖുർആൻ ഉപയോഗിച്ച വാക്കാണ്. അപ്പൊ അത് മസ്തറുൽ ഉമ്മാണ് മീമ് എന്ന് പറയുമ്പോൾ. അപ്പൊ ലാമ് എന്ന് പറയുന്നത് നമ്മുടെ ഇൽത്തിസാക്കിന് പറ്റും. അതുപോലെ തന്നെ അവല് എന്നുള്ള അർത്ഥത്തിന് ലാം ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒലുവ് എന്നുള്ള അർത്ഥത്തിനും ലാം ഉപയോഗിക്കാം. അതാണ് ലാമിന്റെ. അപ്പൊ അവന് ഒലുവിലേക്കും അതിന്റെ ഔവലീയത്തിലേക്കും അവന് എത്തിച്ചേരുകയാണ് ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ലം എന്ന് പറയുന്നത്. ലാം അത് ഭാഷ, അത് അലിഫ് ലാം ലാം ലം ഇൽമാം എന്ന് പറഞ്ഞാൽ വൈജ്ഞാനികമായി അവന് അതിന്റെ ഒലുവിലേക്കും അതിന്റെ പിന്നെ അവലിലേക്കും എത്തിച്ചേരുന്ന ഒരവസ്ഥയാണത്. അവല് എന്ന് പറഞ്ഞാൽ അതിന്റെ അവലിയത്ത്, അതിന്റെ ഏറ്റവും തേവീല് ദുർവ്യാഖ്യാനല്ല. അവൽ അതിന്റെ പ്രഥമമായ അർത്ഥതലവും അതിന്റെ ഉന്നതമായ അർത്ഥതലവും അതിലേക്ക് അവന് ലാമാകാണ്. ഇൽമാം അതിന്റെ ആഴങ്ങളിലേക്ക് പഠിച്ചെത്തുന്ന അവസ്ഥയാണ് അത്. അതാണ് ലാം എന്ന് പറയുന്നത്. ലം, ഇൽമാം. അപ്പൊ കലമ്മ എന്ന് പറയുന്നത് അതാണ് കലാം. ഈ കലാമില് ആണ് കല്ലമല്ലാഹു മൂസ തക്ലീമ എന്ന് ഞാൻ വിശദീകരിച്ചല്ലോ. ആ തലമാണത്. അതിനുശേഷമാണ് പിന്നെ നൂന് വരുന്നത്. അതാണ് ദന്നൂന് എന്ന് പറയുന്നത്. നമ്മൾ വിശദീകരിക്കേണ്ട യൂനുസ് എന്നുള്ളത് മൂസയുടെ തന്നെ മറ്റൊരു തലമാണ് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ടായി. അതാണ് ദന്നൂന ഇദ്ഹബ മുഗാദിബൻ എന്നൊക്കെ നാം ഖുർആൻ വിശദീകരിച്ചത്. നൂനിന്റെ ആള് എന്ന് പറയുന്നത് അതാണ്. ആരാണ് ദന്നൂന്? നൂനിന്റെ ആള് എന്ന് പറഞ്ഞാൽ മീന് എന്നാണ് മുമ്പ് മനസ്സിലാക്കുന്നത്. അതല്ല, ഈ നൂനിലേക്ക് എത്തിയ ആളാണ്. ആ നൂന് നഷ്ടപ്പെടുന്ന വേളകളും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് അടുത്ത ക്ലാസ്സിലൂടെ ഒന്നുകൂടി വിശദമായി വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സലാം.